ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതിയുമായി എത്തിയ പരാതിക്കാരി നേരത്തെ തന്നെ രാഹുൽ ഈശ്വറിന്റെ സൈബർ അധിക്ഷേപത്തിനെതിരെ പരാതി നൽകുകയും ആ പരാതിയെ തുടർന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും നടപടിയിലേക്ക് പോവുകയും റിമാൻഡിൽ കഴിയുകയും അതിനുശേഷം ജാമ്യം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ ജാമ്യ വ്യവസ്ഥകളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഈ സൈബർ ഇടങ്ങളിൽ ഇദ്ദേഹം വീഡിയോ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പരാതിക്കാരി അന്വേഷണ സംഘ തലവനായിട്ടുള്ള പൂങ്കുഴലി IPS പരാതിയായി തന്നെ എഴുതി നൽകിയിരിക്കുന്നത്. വീണ്ടും തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചത് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പരാതിക്കാരിയുടെ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു, അതിനുള്ള നടപടികൾ കോടതിയിലേക്ക് പോകണം, അതിനുള്ള നടപടി എടുക്കണം എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ പൂങ്കുഴലി IPS ഈ കേസ് സൈബർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സൈബർ പോലീസിനോട് പരിശോധിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുവാനും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നെഗറ്റീവായ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ കോടതിയിൽ ജാമ്യം റദ്ദു ചെയ്യുന്നത് അടക്കമുള്ള ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കും.